പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ടൈസൺ മാസ്റ്ററുടെ ചെക്ക് കഴിഞ്ഞ 5 ടേണായിട്ട്. ശ്രദ്ധിക്കുക, പറവൂരിൽ മറ്റ് കോൺഗ്രസ്സുകാരില്ല. ഏതെങ്കിലും ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ ആജീവനാന്തം കസേരയിലിരുന്ന് മരിക്കും. മരിച്ചതിന് ശേഷം ആ സീറ്റ് കുടുംബത്തിലെ ഒരു അംഗത്തിന് കൈമാറുന്ന ആ ആചാരം അദ്ദേഹവും തുടർന്നു പോരുകയാണ്. അങ്ങനെ സതീശൻ തുടർച്ചയായ 5-ാം വട്ടവും പറവൂരിൽ നിന്ന് ജയിച്ചതിന് ശേഷം ഇക്കുറി മത്സരിക്കാൻ ഞാനില്ല, തുടർച്ചയായ 5 വട്ടമായി, ഇനി അർഹതപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അവിടെ നിന്ന് മത്സരിക്കട്ടെ, അതാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു നേതാവ് ചെയ്യേണ്ട കാര്യം. പക്ഷേ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി അത് ചെയ്തു, ചെന്നിത്തല അത് ചെയ്തിട്ടുണ്ടോ, AK ആന്റണി അത് ചെയ്തിട്ടുണ്ടോ? അവരാരും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യണോ? അതുകൊണ്ട് പറവൂർ മരിക്കുന്നത് വരെയും ഞാൻ തന്നെയാണ് എന്ന നിലയ്ക്ക് വീണ്ടും വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന സതീശന് ഇക്കുറി ചുമ്മാതങ്ങ് ജയിച്ചു പോകേണ്ട സാഹചര്യം ഒരുക്കണ്ട എന്ന് CPI തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ടേം വ്യവസ്ഥ പൂർത്തീകരിക്കുന്ന ടൈസൺ മാസ്റ്ററെ കയ്പമംഗലത്ത് നിന്ന് മാറ്റി നേരെ പറവൂരിൽ ഇക്കുറി മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. സതീശൻ കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങുമ്പോൾ സതീശന്റെ മണ്ഡലത്തിലേക്ക് ടൈസൺ മാസ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നേരിടുന്ന വികസന മുരടിപ്പുകൾ, സർക്കാർ ചെയ്ത പദ്ധതികളല്ലാതെ സതീശനായിട്ട് പറവൂരിൽ ഇതുവരെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. സർക്കാർ കിഫ്ബി പദ്ധതി ഉപയോഗിച്ച് നവീകരിച്ച റോഡുകളും സ്കൂളുകളും ആശുപത്രികളും എന്നതിനപ്പുറം സതീശൻ പ്രളയത്തിന്റെ പേരിൽ പിരിവെടുത്ത് കല്ലിട്ടുപോയ പുത്തൻവേലിക്കരയിലെ പല ഭവന നിർമ്മാണവും ഇന്നും കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇതാണ് 5 ടേണിൽ അദ്ദേഹത്തിന് ആ നാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത്. ഇതും പോരാഞ്ഞിട്ട് ആ നാട്ടിലെ ജനങ്ങളുടെ പേര് പറഞ്ഞ് നാട് നീളെ നടന്ന് പിരിവെടുത്തിട്ട് ഇതുവരെ പുനർജനി എന്ന പേരിൽ അദ്ദേഹം വീട് വെച്ച് കൊടുത്തു എന്നതിൻ്റെ പേരിൽ പലരിൽ നിന്നും പിരിവെടുത്ത് അദ്ദേഹം വെറും ഒരു മണി ചെയിൻകാരിൽ നിന്ന് ഇന്ന് കോടാനുകോടിയുടെ സമ്പത്തിന്റെ ഉടമയായി. അങ്ങനെയുള്ള ഒരു കപട രാഷ്ട്രീയക്കാരനെ ചുമ്മാതങ്ങ് ജയിക്കാൻ അവസരം ഒരുക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കപട രാഷ്ട്രീയക്കാരനെ നിയമസഭയിൽ എത്താതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാൻ CPI തീരുമാനിച്ചത്. മുൻപ് പറവൂരിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താതെ സതീശന് RSS ശാഖകളിൽ കയറി BJP സ്ഥാനാർത്ഥി കൂടി ഇല്ലാതെ ഈസി ആയിട്ട് ജയിച്ചുകൊണ്ടിരുന്ന പരിപാടിയാണ് നടത്തിയിരുന്നത്. ഇനി അത് വേണ്ട. സതീശനെ പോലത്തെ ഒരു കപട രാഷ്ട്രീയക്കാരൻ നിയമസഭയിൽ എത്താൻ പാടില്ല എന്ന് CPI ശക്തമായി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടൈസൺ മാസ്റ്ററെ പോലെ CPIയിലെ ശക്തമായിട്ടുള്ള മുഖത്തെ രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ നെക്സൺ എന്ന സ്ഥാനാർത്ഥിയാണ് CPIക്ക് വേണ്ടി മത്സരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 21,000-ൽ പരം വോട്ടുകൾക്ക് സതീശൻ വിജയിച്ചു കയറിയത്. പക്ഷേ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സതീശൻ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടെന്നും ഒപ്പം തന്നെ തനിക്കെതിരെ നിലകൊള്ളുന്നവർക്കെതിരെ ശത്രുതാ നടപടികൾ സ്വീകരിക്കുകയും സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പച്ചത്തറി മണ്ഡലത്തിലുള്ളവരെ പോലും വിളിക്കുന്ന അതേ മനോഭാവക്കാരൻ, ആ വ്യക്തിക്കെതിരെയാണ് ഇക്കുറി മത്സരം കടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സതീശൻ മുഖ്യമന്ത്രി കസേര മോഹിച്ച് ഉലകം ചുറ്റി നടക്കുമ്പോൾ പലതരത്തിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് വഴിയൊരുക്കുന്ന സന്ദർഭത്തിൽ സതീശന്റെ കുഴി തന്നെ വെട്ടുന്ന തീരുമാനമാണ് CPI കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ ഇക്കുറി കാര്യങ്ങളെല്ലാം റെഡിയായി വരുമ്പോൾ സതീശൻ നിയമസഭയിൽ ഉണ്ടാകില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പറവൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് വാക്കുകൊണ്ടുള്ള വാഗ്ദാനമല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് ആ മണ്ഡലത്തിലുള്ളവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ്, അത് കിഫ്ബി പദ്ധതി യാഥാർത്ഥ്യമായില്ലെങ്കിൽ വളരെ ഗതികെട്ട അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്കെങ്കിലും മാറ്റിയത് സർക്കാരിന്റെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ നേട്ടങ്ങൾക്കപ്പുറം സതീശൻ എന്ന വ്യക്തി 5 തവണ ജയിച്ചതിൽ പറവൂരുകാരെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.